13 വർഷമായിട്ട് ഈ കൈറ്റ് മേക്കിംഗ്, അതായത് പട്ട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുകയും സ്വന്തമായി പട്ടം നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു ചേട്ടനെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താവോ? യെസ്, എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ സ്വദേശ എറണാകുളമാണ്. But for the last 15 years, I'm making kites and I'm roaming everywhere in South India by making kites, only making kites, and I'm just promoting kites. Around 15 years. 15, around exactly 15 years. Exactly 15 years. 15 വർഷമായിട്ട് ഇദ്ദേഹം ഈ പട്ട നിർമ്മാണ മേഖലയിലുണ്ട്. സ്വന്തമായി തന്നെയാണ് പട്ടങ്ങൾ നിർമ്മിച്ച് വിൽക്കുകയും ചെയ്യുന്നത്. യാദൃശ്ചികമായിട്ട് നമ്മൾ കല്ലമ്പലം പോകുന്ന വഴിക്ക് കണ്ടതാണ്. ചേട്ടൻ ആദ്യമായിട്ട് ഈ ഒരു മേഖലയിൽ വരാനുണ്ടായ കാര്യം, ഒരു വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ഒരു കാരണം? അത് ഞാൻ സർവീസിലായിരുന്നു. അതെ, ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പോഴൊരു ദിവസം ഞാൻ ശംഖുമുഖം ബീച്ചിൽ പോയതാണ്. അത് എക്സാക്ട്ലി ടു സേ 2013 ജൂലൈ 16-നാണ് ഞാൻ സർവീസിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു കുട്ടി അവിടെ ചൈനയുടെ പട്ടങ്ങൾ പുറത്തുനിന്നാണ്. ചൈനയുടെ പട്ടങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പഴയ നാടൻ പട്ടങ്ങൾ, ഇന്ത്യൻ സെർപ്പൻ കൈറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്, ആ ഒരു പ്രൊപ്പോർഷൻ. കാരണം നമ്മുടെ ഇന്ത്യക്കകത്ത് 8 ടൈപ്പ് കൈറ്റ്സ് ഉണ്ട്. 8 ടൈപ്പ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത്. ഇന്ത്യയിൽ അവിടെ ഡയമണ്ട് കൈറ്റ്സ് ആണ്, ഫൈറ്റർ കൈറ്റ്സ് ആണ് അവിടെ. അവിടെ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പട്ടങ്ങൾ മുറിക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. ഒരാളുടെ പട്ടങ്ങൾ മുറിക്കുക, അങ്ങനെ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരാളുടെ പട്ടം മുറിക്കുക എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളുടെ മനസ്സിലെ ഒരു കുട്ടിക്കാലം മുതലേ തന്നെ ഒരു പോരാട്ടത്തിന്റെ ഒരു മനസ്സുണ്ടാകുന്ന രൂപപ്പെടുന്ന ഒരു സംഭവം. അതായത് ഒരാൾ പറത്തുന്ന പട്ടത്തെ മുറിക്കുക. അത് ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപകടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പട്ടം വന്ന് വീണ് അപകടങ്ങൾ യാത്ര ചെയ്യുന്നവരുടെ പുറത്ത് ഉപയോഗിക്കുന്ന ത്രെഡ്, അത് മാഞ്ച എന്ന് പറയുന്ന ഒരു ത്രെഡാണ്. അതിൽ ഗ്ലാസ് എല്ലാം മിക്സ് ചെയ്തെല്ലാം വെക്കും. അത് പൊട്ടിപ്പോകുമ്പോഴേക്ക് വഴിയാത്രക്കാരുടെ കഴുത്തിൽ കുരുങ്ങി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെന്നൈയിലൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. ചെന്നൈയിൽ കൈറ്റ് ബാൻ ചെയ്ത് ഫ്ലൈ ചെയ്യുന്നത്, പറത്തുന്നതും പട്ടം ടോട്ടലി ബാനാണ്. മരീന ബീച്ചിലൊന്നും പറത്തിക്കൂടാ. ആക്സിഡൻസ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്റേതാവട്ടെ ചൈൽഡ് ഫ്രണ്ട്ലി ആയ കൈറ്റാണ്. ഏത് കൊച്ചുകുട്ടിക്കും രസകരമായിട്ടാണ് ആ ഒരു സ്പോർട്ട് എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാനിപ്പം ഇത് പട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഡയമണ്ട് കൈറ്റ്സ് ഉണ്ടാക്കുന്നില്ല, സ്റ്റണ്ട് കൈറ്റ്സ് ഉണ്ടാക്കുന്നില്ല, ഫൈറ്റർ കൈറ്റ്സ് ഉണ്ടാക്കുന്നില്ല. എന്റേത് നമ്മുടെ സാധാരണ നമ്മൾ പണ്ട് ആ ഒരു കുട്ടിക്കാലത്ത് കസ്റ്റമേഴ്സ് കുട്ടികളല്ല കേട്ടോ. എന്റെ കസ്റ്റമേഴ്സ് എപ്പോഴും സീനിയർ സിറ്റിസൺസ് ആണ്. അബവ് 60 years 70 years ഉള്ള ആളുകൾ അപ്പുറത്തൊക്കെ വണ്ടികൾ നിർത്തി മെല്ലെ റോഡെല്ലാം ക്രോസ് ചെയ്ത് വന്ന് കുറെ നേരം പട്ടങ്ങൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് അവരുടെ കുട്ടിക്കാലം സംസാരിക്കും. എക്സാക്ട്ലി, അവരവരുടെ കുട്ടിക്കാലത്തെ കുറിച്ച് വളരെ രസകരമായിട്ട് എന്നോട് ചോദിക്കും. സാറിപ്പോ ചോദിച്ച അതേ ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. അവർ വ്ളോഗേഴ്സ് ഒന്നും അല്ല, അവർ സോ സിംപ്ലി ചോദിക്കും, why did you come to the field of making kites? സർപ്രൈസിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാറുണ്ട് സാറേ, ഇപ്പം nowadays nobody is making kites. ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ വാട്ട്സ് എ കൈറ്റ്. കുട്ടികളോട് സ്കൂൾ ടീച്ചേഴ്സ് പറയാറുണ്ട് നിങ്ങൾ കൈറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ. അപ്പൊ അവരുടെ പാരന്റ്സിനോട് പറയുമ്പോൾ their parents don't know how to make kites. പക്ഷേ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ്, അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മമാരും ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, ന്യൂസ് പേപ്പറിൽ. അതെ, അതായത് മനുഷ്യന്റെ IQ ഇത്ര ഡെവലപ്ഡ് ആകുന്നതിന് മുന്നേ നമുക്ക് ഈ മെക്കാനിക്കൽ ടോയ്സ്, ഇലക്ട്രോണിക് ടോയ്സ്, ഇന്നിപ്പോ AI ജനറേറ്റഡ് ടോയ്സ് ഒക്കെ നമുക്കുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ വെറും കടലാസുകളൊക്കെ കൊണ്ട് ഉണ്ടാക്കി അതിന്റെ പുറകെ എത്ര മണിക്കൂറുകൾ ഓടിയിട്ടുണ്ട്. ആ പശ ഒട്ടാനൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എത്ര ഓടിയിട്ടുണ്ട്. പൊട്ടിയൊരു പട്ടത്തിന്റെ പുറകെ ഓടി നടക്കുക, ആ നൂല് ചുറ്റിയെടുക്കുക, എല്ലാവരുടെയും കുട്ടിക്കാലത്തുള്ള സംഭവമാണ്. അതെ, 4 ഇർക്കിലും ഉണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 4 ഇർക്കില് ഒരു 2 ഇർക്കിൽ ക്രോസ് വെച്ചിട്ട് ഒരു ഇർക്കിലിനെ വളച്ച് വെച്ച് ഈ പേപ്പറിൽ ഉറപ്പിച്ചു വെക്കുകയാണ് ഏറ്റവും വലിയ ജോലി. പിന്നെ മറ്റൊന്ന് ഞാൻ പറയുന്നത്, ഇപ്പൊ nowadays nobody is looking to the sky. ആരും ഇപ്പൊ ആകാശത്തേക്ക് നോക്കുന്നില്ല. നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോഴായാലും റോഡിലേക്ക് നോക്കും, മൊബൈലാണ് കൂടുതൽ സമയം. ബുക്സിലേക്കാണെങ്കിലും നോക്കും. നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് എത്ര കാലമായി. ശരിയാ. ഒരു പട്ടം പറന്നുയരുമ്പോ നമ്മുടെ കഴുത്തിങ്ങനെ, നമ്മുടെ സെർവിക്കൽ സ്പോണ്ടിലൈസിസ് വരെ പോകും. കാരണം നമ്മുടെ കഴുത്തിന്റെ ഈ സെർവിക്കൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ മേലേക്ക് ആവും. കുറെ നേരം നമ്മളിങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇറ്റ്സ് ആൻ എക്സസൈസ് ഓൾസോ. പറയുന്നത് ശാസ്ത്രമൊന്നും അല്ല, എങ്കിലും ശാരീരികമായിട്ടും നേട്ടങ്ങളുണ്ട്. ഒത്തിരി കാലമായി നമ്മൾ താഴേക്ക് മാത്രം നോക്കി നടക്കുന്നു, നമുക്കൊന്ന് മുകളിലേക്ക് കൂടെ നോക്കാം. കൈറ്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. കൈറ്റ് ലൈഫായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. അതെങ്ങനെയാ ഒരു കണക്ഷൻ പറയാൻ പറ്റുന്ന? യെസ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയരുന്നത് എങ്ങനെയാ? പ്രതിബന്ധങ്ങൾക്ക് എതിരെ പൊരുതുമ്പോഴാണ്. നമ്മുടെ കാഴ്ചപ്പാട് വളരുന്നതിനനുസരിച്ച്
നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. ആ പ്രതിബന്ധങ്ങൾക്കെതിരെ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രതിബന്ധങ്ങളെ നേരിടാനാവുന്നത്. ഒരു പട്ടവും അത് തന്നെയാണ്. കാറ്റ് എന്ന് പറയുന്ന പ്രതിബന്ധത്തെ ആശ്രയിച്ചല്ലേ ഇത് പട്ടം പറക്കുക? എങ്ങനെ? കാറ്റിന്റെ ദിശയ്ക്ക് അനുസൃതമായിട്ട് കാറ്റിനെ ആശ്രയിച്ചല്ലേ പട്ടം ഉയരുന്നത്? കാറ്റിനകത്ത് 3 ഫോഴ്സസ്, കൈറ്റിനകത്ത് പട്ടത്തിൽ 3 ഫോഴ്സസിന്റെ പ്രവർത്തനം ഉണ്ട്. ഒന്ന് കാറ്റിന്റെ പ്രവർത്തനം ഉണ്ട്, ഒന്ന് ഗ്രാവിറ്റിയുടെ ഉണ്ട്. ഗ്രാവിറ്റി ഉണ്ട്, യെസ്. പിന്നെ നമ്മളെ പിടിക്കുന്ന ത്രെഡിന്റെ അതാണ് വെച്ച് നമുക്കത് മാനേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് പട്ടത്തിന്റെ ഒരു ഡൈനാമിക്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു 3 ഫോഴ്സസിന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു സംഭവത്തിലാണ് അത്. പട്ടം മാത്രമല്ല കേട്ടോ, ഫിസിക്സ് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ചില പെർട്ടിക്കുലർ ആംഗിളിൽ ചില പെർട്ടിക്കുലർ ഫോഴ്സസ് ചില പെർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബോഡി വരും. ഇത് ആർക്കിമിഡീസ് വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏത് ബോഡി വരും, പട്ടം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ പട്ടത്തെ കുറിച്ച് പറയാൻ. സിമ്പിൾ ആയിട്ടൊരു നരേഷനാണ് പറഞ്ഞതെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമ്മുടെ പക്വതയ്ക്ക് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വലിയ കാര്യമാണ്. ഇനി തുടർന്ന് മറ്റ് കാറ്റഗറി പട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? എല്ലാ തരം പട്ടങ്ങളെ കുറിച്ചും എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടെന്ന് മനസ്സിലായി, എല്ലാം പഠിച്ചിട്ട്. പക്ഷെ ഞാൻ നമ്മുടെ ഇത് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്ത്യൻ സെർപ്പൻ കൈറ്റ്സ് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫൈറ്റർ കൈറ്റ് എന്ന് പറയുന്ന സാധനം അതാണ് നമ്മുടെ ചൈനയുടെ മിക്കവാറും കൈറ്റ്സ് എല്ലാം ഫൈറ്റർ കൈറ്റ്സ് ആണ്. സ്റ്റണ്ട് കൈറ്റ്സ് എന്നാണ് പറയുന്നത്. സ്റ്റണ്ട് കൈറ്റ്സ് അത് നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി അറിയാൻ പറ്റും. ഇതാവട്ടെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് കൊച്ചുകുട്ടിക്കും വളരെ കാമായിട്ട് പറത്ത് ഉയർത്തി അങ്ങ് വിട്ട് പതുക്കെ വൈൻഡ് ചെയ്ത് താഴെ ഇറക്കി വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. സ്റ്റണ്ട് കൈറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റൈവാലറി ഫോം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരാളുടെ പട്ടത്തെ മുറിക്കുക, കൊച്ചുകുട്ടികളുടെ പിഞ്ചു മനസ്സിൽ തന്നെ ഒരു മത്സരബുദ്ധി. ഓക്കെ, അത് നല്ലതാണ്. പക്ഷെ ഒന്നിനെ ഒന്ന് മുറിച്ച് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും ഞാൻ മാനസികമായിട്ടൊരു വേദനയ്ക്ക് ഇടയാവുന്നുണ്ട് കുട്ടികളുടെ മനസ്സിൽ. എന്റെ കൈറ്റ് ഇതാണ്. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എനിക്ക് ധാരാളം അതുകൊണ്ടുള്ള സന്തോഷം നേടാനും സാധിക്കും. എക്സാക്ട്ലി, കൈറ്റ് കൊണ്ട് എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാ അനുഭവം വരിക? അതൊക്കെ ഇപ്പൊ സമയമുണ്ടോ നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചെറുതായിട്ട് നമുക്കും അറിയാൻ ആഗ്രഹം കാണത്തില്ല. ഞാൻ കൈറ്റായിട്ട് ഇപ്പോ 15 വർഷമായല്ലോ സൗത്ത് കേരള മുഴുവൻ സഞ്ചരിക്കുന്നത്. സൗത്ത് കേരള മുഴുവൻ നോട്ട് ഓൺലി സൗത്ത് ഇന്ത്യ മുഴുവൻ സൗത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുക. അപ്പൊ തമിഴ്നാട്, കർണാടക, തമിഴ്നാട് നമ്മുടെ മണ്ടയ്ക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു ഉത്സവം നടക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഗോവ വരും. ആ റൂട്ട് കറങ്ങി വരും. എല്ലായിടത്തും കോസ്റ്റൽ ഏരിയയിൽ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇങ്ങനെ ഉണ്ടാവും. അതുകൂടാതെ ക്ഷേത്രങ്ങളിലുണ്ടാവും. ഇലക്ഷൻ വരുമ്പോഴേക്കും അതിനകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം, കൈപ്പത്തി ചിഹ്നങ്ങളുടെ പട്ടങ്ങൾ ഉണ്ടാവും. ഡൂയിങ് മൾട്ടിപ്പിൾ തിങ്സ് ബൈ കൈറ്റ്സ്. നോട്ട് ഓൺലി സോ സിംപ്ലി ഐ ആം മേക്കിംഗ് ആൻഡ് ഫ്ലൈയിങ് കൈറ്റ്. പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് പറയുവാണ്. അല്ല, ഒന്നല്ല, ഐ ആം ഹാവിങ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഞാൻ ഒരു കുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് പട്ടം തിരിച്ചു കൊണ്ടുവന്ന ഒരു കഥയാണ്. ചിലപ്പോൾ അത് ഒരു കെട്ടുകഥയാണെന്ന് തോന്നിപ്പോകും. എന്നാൽ അതൊരു കെട്ടുകഥയല്ല, ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഞാൻ അന്ന് ഇവിടെ കൊച്ചുവേളി ബീച്ച് അറിയാം. കൊച്ചുവേളി അറിയാം. തിരുവനന്തപുരം കൊച്ചുവേളി ബീച്ച്, വേളിക്കടുത്തായിട്ട് വേളി. അതിന്റെ ഇപ്പുറത്ത് ശംഖുമുഖം, വെട്ടുകാട്, വേളി, അവിടെയെല്ലാം ഞാനിങ്ങനെ പട്ടങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പൊ കൊച്ചുവേളി ബീച്ചിൽ വൈകുന്നേരം 6:30 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരു ഒക്ടോബർ മാസമായിരുന്നു, തുലാവർഷം പെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അവിടെ പട്ടങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി വന്നു. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 10-22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയമാണ്. ഞാനെല്ലാം മടക്കിയിരിക്കുന്നു, മറ്റുള്ളവരെല്ലാം കച്ചവടക്കാരെല്ലാം മടക്കി. അപ്പോൾ സെക്യൂരിറ്റി എൻ്റെ സുഹൃത്താണ്, പുള്ളി പറഞ്ഞു പോകാൻ സമയമാണ്. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി എന്നിട്ട് പറഞ്ഞു, മാമ എനിക്കൊരു പട്ടം, അങ്കിൾ ഐ വോണ്ട് എ കൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പട്ടം എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു. 10-22 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടി അവിടെ നിന്ന് പട്ടങ്ങളങ്ങ് പറത്തി ചെറുതായിട്ട് ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഈ പട്ടം വാട്ടർ പ്രൂഫാണ്. ഇതിന് മഴ പെയ്താലൊന്നും പ്രശ്നമില്ല. ചെറിയ മഴയിലൊക്കെ നിൽക്കും. പിന്നെ ഇടിമിന്നൽ ഞാൻ പട്ടം പറത്താൻ അനുവദിക്കില്ല. കാരണം കണ്ടക്ടറാണ്, നനഞ്ഞ നൂല് കണ്ടക്ടറാണ്. ഇടിമിന്നലേക്കാൻ പാസ് ചെയ്യും അല്ലേ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പോൾ അതെല്ലാം പ്രിക്കോഷൻസ് കുട്ടിയോട് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. അതെല്ലാം ശരിയാണ്. അപ്പോൾ ഈ കുട്ടി പട്ടം പറത്തി ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി ആഹ്ലാദിച്ചങ്ങ് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. അപ്പോൾ സെക്യൂരിറ്റി എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മതി, ഈ പോവാറായിരുന്നു. അപ്പോൾ ആ കുട്ടി ഒരു വാചകം പറഞ്ഞു, അങ്കിളെ ഞാൻ ഒന്നുകൂടെ പറത്തട്ടെ, നാളെ പറത്താൻ ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ ആ വയസ്സിൽ എന്നൊരു സെക്യൂരിറ്റിയാണ്. അയാളത് പെട്ടെന്നൊരു ഗൗരവത്തിൽ എന്നോട് അവളെന്താ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു, ഒരു സ്ട്രേഞ്ചായൊരു കാര്യമാണല്ലോ ആ കുട്ടി പറഞ്ഞു. പിന്നെ ആ കുട്ടി വളരെ അവിടെ ഒരു മുതിർന്ന ഒരു പെൺകുട്ടി പറത്തുന്ന പോലെ അല്ല, ആ കുട്ടി ഇവിടെ തുള്ളിച്ചാടുന്നു, ഓടുന്നു, ചാടുന്നു, മറിയുന്നു. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. ഞാനിവിടെ നിന്ന് ക്ലോസ് ചെയ്ത് പോവുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കുണ്ട് ഈ കുട്ടിയും അവളുടെ അച്ഛനും കൂടെ
അവിടെ വന്നിരിക്കും. ഈ കുട്ടി കണ്ണൂരാണ്. കണ്ണൂരുകാരിയാണ്, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്, ബാംഗ്ലൂർ എവിടെയോ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി. അപ്പോൾ സത്യത്തിൽ ഞാനിത് വളരെ വികാരപരമായിട്ട് പറഞ്ഞു പോകും. അങ്ങനത്തെ എനിക്ക് ഉള്ളൊരു അനുഭവമാണ്. ഈ കുട്ടിയുടെ അച്ഛനും കൂടെ 4 ദിവസം കഴിഞ്ഞ്, അപ്പോൾ ഞാൻ അവിടെ റെഗുലറാണ്, അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്ത് എനിക്കവിടെ റൂമിലാണ്. ഈ കുട്ടിയുടെ അച്ഛനും കൂടെ വന്നിട്ട് ആ മനുഷ്യൻ എന്നെ വന്ന് പരിചയപ്പെട്ടു ഇതേപോലെ തന്നെ എന്നോട് സംസാരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ചോദിച്ചു, യു കൈറ്റ് സേവ്ഡ് മൈ ചൈൽഡ് ഫ്രം സൂയിസൈഡ്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, എന്താ സാർ ഈ പറയുന്നത്? അയാൾ പറഞ്ഞു, അങ്ങനെയാണ് ആ കുട്ടിയുടെ സ്റ്റോറി അയാൾ എന്നോട് പറയുകയാണ്. ഈ കുട്ടി IT ഫീൽഡിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്. അറൗണ്ട് 2.5 lakh എന്തോ ആ കുട്ടിക്ക് സാലറി എല്ലാം ഉണ്ട്. അപ്പോൾ ബാംഗ്ലൂർ വെച്ചിട്ട് ഈ കുട്ടി ഒരാളായിട്ടൊരു അഫെയർ ഉണ്ടായിട്ട് വിവാഹം കഴിച്ചു. ഈ കുട്ടിയുടെ അച്ഛനെ ഉപേക്ഷിച്ചു, അമ്മയെ ഉപേക്ഷിച്ചു, എല്ലാം ഇട്ടിട്ട് അയാളോടൊപ്പം പോയി. ബട്ട് ഹി വാസ് എ ഡ്രഗ് അഡിക്റ്റ് മാത്രമല്ല, അയാൾക്ക് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ ലൈഫ് ആകെ ഷാറ്റേഡായി. ഇവള് പ്രഗ്നൻറ്റുമായി ആയപ്പോഴത്തേക്ക് കുട്ടിക്ക് ലൈഫിൽ മൊത്തം, കാരണം ആ മനുഷ്യനെ കൊണ്ട്, വിവാഹം കഴിച്ച മനുഷ്യനെ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടാകുന്നു. ഞാനത് നറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഒരുപാട് വൈകല്യങ്ങളുള്ളൊരു മനുഷ്യനാണ്. അത് കൂടാതെ ഇവൾക്ക് അച്ഛൻ്റെ അടുത്ത് പോകാൻ വയ്യ, അമ്മയുടെ അടുത്ത് പോകാൻ വയ്യ, എല്ലാം ഇട്ടിട്ട് വന്നതാണ്. അങ്ങനെ ഈ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ആരോ പറഞ്ഞു, നമ്മുടെ വലിയതുറ പാലം ഉണ്ടല്ലോ, വലിയതുറ പാലത്തിൻ്റെ താഴെ, വലിയതുറ പാലത്തിലൂടെ നടന്നെത്താനാവും അറ്റം വരെ. കടൽ സ്റ്റോപ്പിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ചാടി കഴിഞ്ഞാൽ പിന്നെ ആളെ തിരിച്ചു കിട്ടില്ല. അതിനൊരു സൂയിസൈഡ് പോയിന്റ് കൂടിയാണ്. അപ്പോൾ ആ കുട്ടി അവിടെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വൈകുന്നേരം സന്ധ്യയാക്കാൻ വേണ്ടി ഈ കുട്ടിക്ക് ഒരു ഇടമാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ വന്ന് പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് തൻ്റെ കുട്ടിക്കാലത്ത് അവള് കണ്ണൂർ ബീച്ചിൽ അവളുടെ അച്ഛനോടൊപ്പം ചെന്ന് 4-5 വയസ്സിൽ പട്ടം പറത്തി കളിച്ച ആ ഒരു ഓർമ്മയിലാണ് ആ കുട്ടിക്ക് മനസ്സിൽ വീണ്ടും അച്ഛൻ എന്ന് പറയുന്ന ഒരു അഭയം എനിക്കുണ്ടല്ലോ എന്നുള്ള ആ ഒരു വികാരം അവളിൽ വീണ്ടും ഉയർന്നു വന്നു. വല്ലാത്തൊരു അനുഭവമായിപ്പോയി. ആ കുട്ടി അന്ന് രാത്രി കാരണം ആ പട്ടം പറത്തിയ ആ കുട്ടി അവിടെ 1-2 മണിക്കൂറോളം ഈ സെക്യൂരിറ്റി തടയുമ്പോഴും ഇവള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി അന്ന് രാത്രി തിരിച്ചു തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു, അയാളടുത്ത് മാപ്പ് പറയുന്നു. എന്നിട്ട് അയാളോട് പറയുന്നു, അച്ഛൻ എന്നെ പട്ടം പറത്തിച്ചത്. ഓർമ്മയിലാണ് മനസ്സ് അതൊരു മാനസികമായിട്ട് തിരിച്ചു പിടിച്ചത്. അതൊരു ഹുക്കായിരുന്നു. അവൾക്ക് വീണ്ടും എനിക്കൊരു അഭയം ഉണ്ടല്ലോ എന്നുള്ള, ഒരു ഷെൽട്ടർ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ ആ കുട്ടി തിരികെ ചെന്നു. ആ മനുഷ്യൻ വീണ്ടും ആ കുട്ടി ഇവിടെ വന്നു. എന്നിട്ട് അവര് കുറച്ച് ദിവസം തിരുവനന്തപുരത്തൊക്കെ സ്പെൻഡ് ചെയ്തു. കുറേ ദിവസമൊക്കെ എന്നെ കണക്റ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ യാത്രകളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു അനുഭവങ്ങൾ, അത് മാത്രമല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതെന്നെ ടച്ച് ചെയ്തൊരു അനുഭവമാണ്. തീർച്ചയായിട്ടും സാറിന്റെ സമയം കളയുന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും ചേട്ടനെ പരിചയപ്പെട്ടതും ഇങ്ങനെ ഒരു അനുഭവം, അതൊരു മനസ്സിൽ തട്ടുന്ന ഒരു അനുഭവമായിട്ട് തന്നെ. പട്ടങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട്, ഒത്തിരി ആളുകളെ പരിചയപ്പെടുന്നുണ്ട്, ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട്. അത്രയൊക്കെ തന്നെ. പിന്നെ വലിയ ഏർണിങ്സ് ഒന്നുമില്ല ഇതിനകത്തുനിന്ന്, കണ്ടില്ല. എങ്കിലും കുഴപ്പമില്ല. ഇവിടെ എത്ര ദിവസം ഉണ്ടാവും ഇനി? ഞാനൊരു ജിപ്സിയാണ്. ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു 20 വർഷത്തോളം ഇന്ത്യൻ ആർമിയിലായിരുന്നു. ആർമിയിൽ സർവീസ് ചെയ്തു. ആർമിയിൽ ഹവൽദാർ റാങ്കിൽ റിട്ടയർഡായി. അതിനുശേഷം കുറച്ചു കാലം ഖത്തറിലുണ്ടായിരുന്നു. ഖത്തറിലൊരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ക്യാമ്പസ് ആയിരുന്നു. അതിനുശേഷം വന്ന് കേരളത്തിൽ വന്നു. എറണാകുളത്തൊരു അധ്യാപകനായി ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് UAE പോയി. UAE അബുദാബിയിലായിരുന്നു. അവിടെ ഒരു 8 കമ്പനികളുടെ മെറ്റീരിയൽ കോർഡിനേറ്ററായിട്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് തിരികെ വന്നു. നമ്മുടെ സ്റ്റേറ്റ് സർവീസിൽ NCCയിൽ ജോലി ചെയ്തു. NCCയിൽ നിന്ന് ഇപ്പോൾ ഞാൻ പിരിഞ്ഞു. ഇപ്പം ഞാൻ കൈറ്റ് മേക്കറായിട്ട് ഇങ്ങനെ. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഇതിൽ സന്തോഷവാനാണ്. എക്സാക്ട്ലി. നമ്മൾ ചെയ്യുന്നത് എന്ത് വർക്കും നമുക്ക് ആ കണ്ടൻഷനാണ്. എന്ത് ജോലിയെന്നല്ല, നമ്മുടെ സന്തോഷം തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ ഇത് നോക്കിക്കോളൂ, സാർ തന്നെ നോക്കിക്കോളൂ. ഇവിടെ ഇത് പാസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, പാസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അവരെ നോക്കാറുണ്ട്. ഒരു ചിരിയോടെ, പുഞ്ചിരിയോടെ അവരുടെ കണ്ണുകൾ ഇങ്ങനെ വിടർന്നിട്ടാണ് ഇതിലേക്ക് നോക്കുന്നത്. തീർച്ചയായിട്ടും. അത് കാരണം അതൊരു പട്ടം എന്ന് പറയുന്നത് ആൾക്കാരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. ചേട്ടൻ എത്ര ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സൗത്ത് ഇന്ത്യ ഭാഗത്ത്, കേരളം, തമിഴ്നാടൊക്കെ ഞാനിപ്പോൾ പാലക്കാട് ഇരിക്കേണ്ടതായിരുന്നു. പാലക്കാട് വിദ്യാരംഭത്തിന് ചിനക്കത്തൂർ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ചെന്നാൽ അവിടെ ക്യാമ്പാണ്. പിന്നെ അവിടെ നിന്ന് ഒരു 5 മാസത്തേക്ക് ഞാൻ പാലക്കാട് റീജിയനിലായിരിക്കും. പിന്നെ ഇപ്രാവശ്യം ഞാൻ അതൊന്നും നിന്നില്ല. എനിക്ക് ഇത്തിരി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെ അങ്ങ് പോകും.
I'm not earning that much. I'm not making billions or trillions and all. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഈ ഒരു കൈറ്റ് വിറ്റാൽ എത്ര രൂപ വരുമാനം ലഭിക്കുമെന്നും അതിന്റെ പിന്നിലെ ഒരു കഷ്ടപ്പാട്, അത് തയ്യാറാക്കാനുള്ള കഷ്ടപ്പാട് എന്റെ ക്രൂ നമുക്കത് കാണുമ്പോൾ അറിയാമല്ലോ. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ ആളുകളുണ്ട്, ഒരു ബ്ലൈൻഡ് ആയ ഒരാളുണ്ട്, അവരെല്ലാം എന്റെ ക്രൂ ആണ്. ഒപ്പം ഫ്രണ്ട്സും കൂടെ ചേർന്നാണ് അതെല്ലാം എനിക്ക് ബൾക്ക് ഔട്ട്. ഞാൻ ചെറിയ രീതിയിലല്ല ചെയ്യുന്നത്. ബൾക്ക് ഓർഡർ ടീം മെമ്പേഴ്സ് ഉണ്ട്. മലയാള മനോരമയുടെ ഈവൻസ് ചെയ്യാറുണ്ട്, മാതൃഭൂമിയുടെ ചെയ്യാറുണ്ട്, ദേശാഭിമാനിയുടെ ചെയ്യാറുണ്ട്. പിന്നെ പറഞ്ഞില്ലേ UAE റേസിംഗ് ഡേക്ക് അബുദാബിയുടെ കോർണിഷിൽ എൻ്റെ പട്ടങ്ങളുണ്ട്. കേരളത്തിൽ സ്വന്തമായി കൈറ്റ് ഉണ്ട്. എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നടക്കുകയാണ്. യാത്ര ചെയ്യുന്ന എക്സ്പെൻസ് ഒക്കെ ഈ ഒരു സൈഡിലൂടെ മീറ്റ് ചെയ്ത് പോകും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരിടത്ത് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് 4 റൂമിനകത്ത് ഒതുങ്ങിക്കൂടാൻ കഴിയില്ല. ഈ ലോകം എവിടെയും പോകും. എൻ്റെ 5 പൈസ ഇല്ലെങ്കിലും എനിക്ക് 10 പട്ടങ്ങളുണ്ടെങ്കിൽ ഞാനങ്ങ് യാത്ര ചെയ്യും. ഒരു ചെറിയ കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് ഇടും. ഒരു സഞ്ചാരിയുടെ മനസ്സും ഉള്ളിലുണ്ട്. സഞ്ചാരിയുടെ മനസ്സല്ല, സഞ്ചാരിയാണ്. പിന്നെ ഇത് തയ്യാറാക്കി എടുക്കണമെങ്കിൽ അത്രത്തോളം ഒരു കാഴ്ചപ്പാട് വേണമല്ലോ. എനിക്ക് 6 minutes ആണ് ഒരു പട്ടം ഉണ്ടാക്കാനുള്ള സമയം. 6 മിനിറ്റിൽ ഒരു പട്ടം ഈ ഒരു പട്ടം ഞാൻ 6 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യും. അത് കൊള്ളാലോ. ഐ ആം എ പ്രൊഫഷണൽ വൺ. ഓക്കെ സർ. സാറിന്റെ താങ്ക് യു സോ മച്ച്. പിന്നെ ഈ വീഡിയോടൊപ്പം സാറിന്റെ നമ്പർ കൂടി ഉൾപ്പെടുത്തും. 7510529917. If someone is interested to purchase kites, they can definitely contact me, and I will definitely make theme-oriented kites. സച്ചു മിച്ചു എന്നുള്ള കുട്ടികളുടെ പേര്, ബീച്ച് വെഡിങ്സിന് ഹാപ്പി മാരീഡ് ലൈഫ്, പിന്നെ കപ്പിൾസിന്റെ പേരുള്ള കൈറ്റങ്ങളുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ഇവന്റിനെ ബേസ് ചെയ്ത്, ഇവന്റിനെ ഫോക്കസ് ചെയ്ത് തന്നെ നമുക്ക് കൈറ്റ്സ് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും. മനോരമയുടെ വേൾഡ് ക്യാൻസർ ഡേക്ക് February 4th എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ ഒരു ഇവന്റ് ഞങ്ങൾ ചെയ്തു. യു ക്യാൻ ഐ ക്യാൻ എന്നായിരുന്നു അതിന്റെ ക്യാപ്ഷൻ. അത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിനക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും. യെസ്, അത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതെല്ലാം നമ്മൾ ചെയ്യുന്നു, അങ്ങനെയുള്ള ഇവന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അതായത് ഒരു ഇവന്റിന് വേണ്ടിയിട്ട്, ഒരു മാരേജ് ഫംഗ്ഷനോ എന്തെങ്കിലും ബർത്ത്ഡേ പോലെയുള്ള ഇവന്റുകൾ, ഹാപ്പി ബർത്ത്ഡേ ടു സച്ചു, ഹാപ്പി ബർത്ത്ഡേ ടു മിച്ചു, അമ്മു, മിന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും, പലതും ചെയ്യും. അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ ആവശ്യാനുസരണം കൈറ്റ്സ് തയ്യാറാക്കി തരാനായിട്ട് ഈ സാറിന് പറ്റും. അപ്പോൾ അതിനായിട്ട് സാറിൻ്റെ നമ്പർ നമ്മളെ വീഡിയോയുടെ താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. വലിയ ഇവൻറ്റുകൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അനേകം പട്ടങ്ങൾ, അതായത് കൈറ്റ്സും നിർമ്മിച്ച് തരാൻ സാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വളരെ സന്തോഷം. സംസാരിച്ചെങ്കിലും പക്ഷേ അത് തന്നെയാണ് നമുക്ക് വേണ്ടത്.